ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ സോഷ്യലാണ്. ലെറ്റ്സ് സേവ് ഫോർ ദ ഫ്യൂച്ചർ. ഈ ഒരു പാഠഭാഗത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ഈ ഒരു ലെസണിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇവിടെ ടീച്ചറും കുട്ടികളും തമ്മിൽ സംസാരിക്കുന്നത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ആർ ദേ ടോക്കിംഗ് അബൌട്ട്? എന്തിനെ പറ്റിയാണ് അവർ സംസാരിക്കുന്നത്? ദേ ആർ ടോക്കിംഗ് അബൌട്ട് ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് ഇൻ എ ബാങ്ക്. അല്ലേ, ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്ക്സ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. ബാങ്ക്സ് ആർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ആക്സെപ്റ്റ് മണി ഫ്രം ദ പബ്ലിക് ആസ് ഡെപ്പോസിറ്റ്സ് ആൻഡ് പ്രൊവൈഡ് ലോൺസ് ടു ദോസ് ഇൻ നീഡ് ഓഫ് ഫോളോയിങ് സർട്ടൻ ക്രൈറ്റീരിയ. എന്താ പറയുന്നത്? ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പണമിടപാട് സ്ഥാപനങ്ങളാണ് അല്ലേ. അവർ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന്, സാധാരണ ജനങ്ങളിൽ നിന്നും ഡെപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ലോൺസ് ആയിട്ട് അത് ആവശ്യമുള്ള ആൾക്കാർക്ക് പൈസയായിട്ട് കൊടുക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെയാണ് ബാങ്ക് എന്ന് പറയാം. ഇനി ബാങ്കിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ്? പണ്ടൊന്നും മണി ലെൻഡേഴ്സ്, പലിശയ്ക്ക് കടം കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് മണി ലെൻഡേഴ്സ് എന്ന് പറയാം. അവരാണ് ഉണ്ടായിരുന്നത്. വർഷങ്ങൾ കഴിയുന്തോറും എന്താണ്, ആൾക്കാർക്ക് പൈസയുടെ ആവശ്യം കൂടി. അപ്പോൾ മണി ലെൻഡേഴ്സിന് അവരുടെ കയ്യിൽ അത്രത്തോളം പൈസ കടം കൊടുക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കേസിലാണ് എന്ത് ചെയ്തത്? ദേ സ്റ്റാർട്ടഡ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്. അവരെ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. അത് പിന്നീട് എന്തിലേക്ക് രൂപാന്തരപ്പെട്ടു? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട്, ബാങ്ക്സ് പോലെയൊക്കെ ആയിട്ട് മാറിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബാങ്ക് വന്നതെന്ന് ചോദിച്ചാൽ എന്താ എഴുതേണ്ടത്? വെൻ ദ ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിംഗ് ലോൺസ് ഇൻക്രീസ്ഡ് എക്സസീവ്ലി, ഇൻഡിവിജ്വൽസ് വർ അൺഏബിൾ ടു പെർഫോം ദിസ് ഫംഗ്ഷൻ ദംസെൽവ്സ്. ദിസ് വേ ഫോർ ദ റൈസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെ ഡെപ്പോസിറ്റ്സിൻ്റെ എണ്ണം കൂടുകയും അതുപോലെ തന്നെ ലോൺ, കടം മേടിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുകയും ചെയ്തപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാർക്ക് മാത്രമായിട്ട് അത് എല്ലാം ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ടാണ് എന്തൊക്കെ രൂപപ്പെട്ടത്? ബാങ്ക്സും അതുപോലെയുള്ള പണമിടപാട് സ്ഥാപനങ്ങളൊക്കെ രൂപപ്പെട്ടത്. ഓക്കെ, ബാങ്ക് ഏത് വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്? ബാങ്ക്, ഇറ്റാലിയൻ വേർഡ് ബാങ്ക് അല്ലെങ്കിൽ ഫ്രഞ്ച് വേർഡ് ബാങ്കിൽ നിന്നാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ബാങ്കിൻ്റെ മീനിങ് എന്താണ്? ബെഞ്ച് എന്നാണ്. ഓക്കെ, ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലോക്കൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ബാങ്ക്സ് ആയി മാറിയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? ഈ ലോക്കൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഏറ്റവും ധനികനായ ആൾക്കാർ അവരായിട്ട് സ്വയം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങും കേട്ടോ. ഈ പണം കൊടുക്കാനും തിരിച്ചു മേടിക്കാനൊക്കെ. നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ചെറിയ ചെറിയ അങ്ങനത്തെ സ്ഥാപനങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ബാങ്ക് എന്ന് പറയുന്നൊരു ഇതിലേക്ക് മാറിയപ്പോൾ, ഇപ്പോൾ നമ്മൾ കാണുന്ന SBIയും അങ്ങനെയുള്ള ബാങ്കുകളൊക്കെ ഇല്ലേ, ആ ബാങ്കിലേക്ക് മാറിയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? മോർ പീപ്പിൾ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ലോൺസ്. കൂടുതൽ ജനങ്ങൾക്ക് ലോൺ, വായ്പാ സൗകര്യം ലഭിച്ചു. ദ ലെവൽ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഡിക്രീസ്ഡ്. മണി ലെൻഡേഴ്സ്, കൊള്ളപ്പലിശക്കാർ എന്താ ചെയ്തിരുന്നത്? വളരെയധികം പലിശയായിട്ട്, ഇപ്പോൾ 100 രൂപ ഒരാൾ കടം മേടിച്ച് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുമ്പോൾ 150 രൂപ 200 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്രയധികം പലിശ അവർക്ക് കൊടുക്കേണ്ടി വന്നിരുന്നു. ഈ ബാങ്ക്സ് വന്നതോടുകൂടി എന്താണ്, അങ്ങനെയുള്ള എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണങ്ങളൊക്കെ നിന്നു അല്ലേ. എല്ലാ ബാങ്ക്സിനും ഏതാണ്ട് ഒരേ റേറ്റിലാണ് അവർ ലോണൊക്കെ കൊടുക്കുന്നത്. ഹാബിറ്റ് ഓഫ് സേവിങ് ഇൻക്രീസ്ഡ് അമംഗ് ദ പീപ്പിൾ. ആൾക്കാരുടെ ഇടയിൽ എന്താണ്, മാറ്റി വെച്ചു അല്ലേ. അവർക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് അവർ സേവിങ്സ് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ്, ഇന്ത്യയിൽ പുതിയൊരു ബാങ്കിങ് സിസ്റ്റം നിലവിൽ വന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോട് കൂടിയാണ്. ഓക്കെ, ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഇതൊക്കെ ചോദിക്കാറുണ്ട്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ആദ്യത്തെ ബാങ്ക്. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1770 ആണ് കേട്ടോ. അപ്പോൾ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ആദ്യത്തെ ബാങ്ക്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1770 നിലവിൽ വന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരുടെ വരവോട് കൂടിയാണ് ബാങ്കൊക്കെ തുടങ്ങിയത് കേട്ടോ. ഇനി കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്കാണ്. അത് 1899 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അതിൻ്റെ മെയിൻ ഇത് എവിടെയാണ്? കോഴിക്കോടാണ് കേട്ടോ. അത് തുടങ്ങിയത് ആരാണ്? അപ്പു നെടുങ്ങാടിയാണ് തുടങ്ങിയത്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മാച്ച് ദ ഫോളോയിങ്ങിന് വരാം കേട്ടോ. ഒരു മാർക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാം. കൂടുതലും മാച്ച് ദ ഫോളോയിങ്ങിലാണ് ഇങ്ങനത്തെ കാണാറ്. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിനെയാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്? 1935 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, മെയിൻ ബ്രാഞ്ച് എവിടെയാണ്? അത് മുംബൈയിലാണ് കേട്ടോ. അപ്പോൾ ഈ 3 ബാങ്ക്സിൻ്റെ പേര് നോക്കുക, നിലവിൽ വന്നത് നോക്കുക, ഏത് സ്ഥലത്താണ് അത് നിലവിൽ വന്നത്, ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നൊക്കെ നോക്കുക. ഓക്കെ,
ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻസ് ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ്? ഇഷ്യൂ ഓൾ കറൻസി നോട്ട് എക്സെപ്റ്റ് 1 rupee നോട്ട്. 1 രൂപയുടെ നോട്ടല്ലാതെ എല്ലാ കറൻസിയും എല്ലാ നോട്ടുകളും ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ്. കൺട്രോൾസ് ലോൺ. ബാങ്കുകളൊക്കെ ലോണുകൾ കൊടുക്കുന്നുണ്ട് അല്ലേ, വായ്പകൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പലിശ നിരക്ക് എത്രയാണ്, എത്ര വരെ കൊടുക്കാം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ്. നോൺ ആസ് ബാങ്കേഴ്സ് ബാങ്ക്. ബാങ്കേഴ്സ് ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് റിസർവ് ബാങ്ക് ആണ്. ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ആണ്. ഫങ്ഷൻ ആസ് ബാങ്കർ ടു ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് ആവശ്യം വരുമ്പോൾ അല്ലേ പൈസ കടം കൊടുക്കുന്നതൊക്കെ ആരാണ്? റിസർവ് ബാങ്ക് ആണ്. ഓക്കെ, ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡീറ്റെയിൽസ് എഴുതാൻ പറയുന്നുണ്ട്. നെയിം എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്? 1935 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഇതായി കൊടുത്തിട്ടുള്ളതൊക്കെ തന്നെയാണ്. ഈ 4 ഫങ്ഷൻസ് ആയിട്ട് എഴുതേണ്ടത്. എല്ലാ കറൻസി നോട്ടും ഇഷ്യൂ ചെയ്യും, 1 രൂപ നോട്ടല്ലാണ്ട്. ബാങ്കേഴ്സ് ബാങ്ക് ആണ്, ഗവൺമെൻറ്റിൻ്റെ പൈസ കൊടുക്കും അല്ലേ. ബാങ്കർ ഇത് ഗവൺമെൻറ് ആയിട്ട് വർക്ക് ചെയ്യും, അത് ലോൺസ് കൺട്രോൾ ചെയ്യും. പിന്നെ ബാങ്ക്സ് ആണ് ഡെപ്പോസിറ്റേഴ്സും ബോറോവേഴ്സും. പണം നമ്മൾ കൂടുതൽ പൈസ കയ്യിലുള്ളവർ എന്ത് ചെയ്യും? ബാങ്കിൽ കൊണ്ടിടും അല്ലേ. 1 ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ടിടും. പൈസ ആവശ്യമുള്ളവർ എന്താ ചെയ്യുക? ബാങ്കിൽ നിന്ന് കടം മേടിക്കും, ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യും അല്ലേ. അപ്പോൾ അതാണ് ബാങ്കാണ് നമ്മുടെ ഡെപ്പോസിറ്റേഴ്സിൻ്റെയും നമ്മളൊക്കെ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ ബോറോവേഴ്സ് കടം മേടിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു ഇടനിലക്കാരനായിട്ട് നിൽക്കുന്നത്. എടുത്തിട്ടുണ്ട് ആൾക്കാർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ബാങ്ക് അതെന്താണ്? ആ പൈസ എടുത്തിട്ടാണ് ബാക്കി ആവശ്യമുള്ള ആൾക്കാർക്ക് ലോണായിട്ട് കൊടുക്കുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻസും ഗവൺമെൻറ്റൊക്കെ എന്താ ചെയ്യുന്നത്? റീപേ ലോൺസ് വിത്ത് ഇൻട്രസ്റ്റ്. 1 ലക്ഷം രൂപ നമ്മൾ കടം മേടിക്കുകയാണെങ്കിൽ 1,10,000 അല്ലേ, 10,000 രൂപയ്ക്ക് ചിലപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ 1 ലക്ഷം രൂപ മാത്രമല്ല ആ ഇൻട്രസ്റ്റ്, 1 ലക്ഷം രൂപ നമുക്ക് കടം തന്നല്ലോ 1 കൊല്ലത്തേക്ക്, ആ സമയത്തേക്കുള്ള ഒരു ഇൻട്രസ്റ്റും നമ്മൾ പേ ചെയ്യേണ്ടി വരും. എന്നിട്ട് എന്താണ് അത് ബാങ്കിലേക്ക് കിട്ടുന്നു. ആ ബാങ്ക് എന്ത് ചെയ്യുന്നു? ആ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റർ പിൻവലിക്കുമ്പോൾ ഡെപ്പോസിറ്റർക്ക് അയാൾ ഇൻവെസ്റ്റ് ചെയ്ത 1 ലക്ഷം രൂപയും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് എമൗണ്ടും കൂടിയിട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ബാങ്കിൻ്റെ നോർമൽ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡെപ്പോസിറ്റേഴ്സും ബോറോവേഴ്സും എന്തൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതാ ഈ കാണിച്ചതാണ് എഴുതേണ്ടത് കേട്ടോ. ഇൻ്റർമീഡിയറീസ് ബിറ്റ്വീൻ ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ബോറോവേഴ്സ് ജസ്റ്റിഫൈ ദി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. അതാ ഈ തൊട്ട് മുകളിൽ കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ബാങ്ക്സ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഗവൺമെൻറ്. സാധാരണ ആൾക്കാരുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഡസ്ട്രീസ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുടെ കയ്യിൽ നിന്നൊക്കെ പൈസ ഡെപ്പോസിറ്റ് ആയിട്ട് ബാങ്ക് മേടിക്കും. എന്നിട്ട് എന്താണ് കുറച്ച് സമയം കഴിഞ്ഞാൽ ആഫ്റ്റർ എ സർട്ടൻ സ്പെസിഫൈഡ് പീരീഡ് ദേ ഗിവ് ദ ഡെപ്പോസിറ്റ് വിത്ത് ഇൻട്രസ്റ്റ്. ആ ഡെപ്പോസിറ്റ് ഒരു പലിശയോട് കൂടിയിട്ട് ബാങ്കുകാർ നമുക്ക് തരും. ദ ബാങ്ക് ലെൻഡ്സ് മണി ടു ദി നീഡി ഫ്രം സച്ച് ഡെപ്പോസിറ്റ്. ഇപ്പം ഞാൻ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, പക്ഷേ നിങ്ങൾക്ക് അതേ സമയത്ത് ഒരു 50,000 രൂപയുടെ ആവശ്യം വന്നു. അപ്പം ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ബാങ്കിലാണ്, നിങ്ങൾ വന്ന് കടം ചോദിക്കുന്നത് എവിടെ തന്നെയാണ്? ബാങ്കിൽ തന്നെയാണ്. അപ്പം ഞാൻ തന്ന 1 ലക്ഷം രൂപയിൽ നിന്നാണ് ആ ബാങ്ക് എന്ത് ചെയ്യുന്നത്? ഒരു 50,000 രൂപ നിങ്ങൾക്ക് കടമായിട്ട് തരുന്നത് കേട്ടോ. ആ 50,000 രൂപ നിങ്ങൾക്ക് കടം തരുന്നത് നിങ്ങൾ 1 കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്ര സമയം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത്രയും ദിവസത്തെ പലിശയും കൂടിയിട്ട് ഇപ്പോൾ 1,10,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപയല്ലേ നിങ്ങൾ മേടിച്ചത്. അപ്പോൾ 50,000ൻ്റെ കൂടെ ഒരു 5,000 കൂട്ടി 55,000 രൂപ ബാങ്കിന് തിരിച്ചടയ്ക്കേണ്ടി വരും കേട്ടോ. ദ ബോറോവർ റീപേ ദിസ് എമൗണ്ട് ടു ദ ബാങ്ക് വിത്ത് ഇൻട്രസ്റ്റ്. ആ ഒരു 5,000 രൂപേനെയാണ് എന്തെന്ന് പറയുക? ഇൻട്രസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ദ ബാങ്കർ ഈസ് എ പേഴ്സൺ ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ദാറ്റ് ക്യാരീസ് ഔട്ട് ദ ബാങ്കിങ് ബിസിനസ്. ഈ ബിസിനസ് കൊണ്ട് നടക്കുന്നത് ആരാണ്? ബാങ്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഇൻ്റർമീഡിയറി, ഇടനിലക്കാരൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ബാങ്കിന് നിങ്ങൾ കാണാം. ഫിക്സഡ് ഡെപ്പോസിറ്റിന് 7.5% ഇൻട്രസ്റ്റ് കിട്ടും. നിങ്ങൾ ഇടുന്ന പൈസയ്ക്ക് 7.5% ഇൻട്രസ്റ്റ് ആണ്. ലോൺ എടുക്കുമ്പോൾ എന്താണ് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്? 12%. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറവും, ലോണ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ബാങ്കിന് അടയ്ക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. 7ഉം 12ഉം ആണ് അല്ലേ. എന്തുകൊണ്ടാണ്? അതിൽ ബാങ്കിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ബാങ്ക് ലാഭം കൊയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള ലോണൊക്കെ കൊടുത്തിട്ടുള്ള അതിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ മുകളിലാണ് ബാങ്ക്സിനൊക്കെ എന്ത് കിട്ടുന്നത്? അവരെ പ്രോഫിറ്റ് കിട്ടുന്നത്. പിന്നെ കുറേ ജോലിക്കാരെയൊക്കെ വെക്കുന്നുണ്ടല്ലോ, ജോലിക്കാരെ വെക്കുന്നുണ്ട്, അവരൊരു സ്ഥലം എടുത്തിട്ട് അവിടെയാണ് ബാങ്ക് നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചിലവുകളൊക്കെ ബാങ്ക് കണ്ടെത്തുന്നത് ഈ ഇൻട്രസ്റ്റിൻ്റെ ഡിഫറൻസിൽ നിന്നാണ് കേട്ടോ. Examine the pictures given above and find out whether interest rate is higher for deposit or loan. എന്താണ് interest rate is higher for loans? എന്തുകൊണ്ടാണ്? The bank find amount for its operation and pays interest those who deposit money in the bank. ഓക്കെ, അതാണ് ആൻസർ വരുന്നത്.
നെക്സ്റ്റ് എന്താ പറയുന്നത്, ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം എന്ന് ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്? നിങ്ങളുടെ ഒരു ഫോട്ടോ കൊണ്ടുപോകണം, അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പിയും കൊണ്ടുപോകണം. ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഫോർ മേക്കിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ എ ബാങ്ക് ആൻഡ് എ കസ്റ്റമർ. ബാങ്കും കസ്റ്റമറും തമ്മിൽ ഉള്ള ട്രാൻസാക്ഷൻസ് അതൊക്കെ ചെയ്യുന്നത് എന്തിലൂടെയാണ്? നിങ്ങളുടെ ഒരു ബാങ്ക് അക്കൗണ്ടിലൂടെയാണ്. നിങ്ങൾ എത്ര പൈസ അവിടെ ഇട്ടിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ എത്ര പൈസ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നോക്കിയാൽ മതി. നിങ്ങളുടെ കയ്യിൽ ബാങ്ക് തരുന്ന ആ പാസ്ബുക്ക് നോക്കിയാൽ മതി കേട്ടോ. വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് അക്കൗണ്ട് ഫോർ സ്റ്റുഡൻസ്? ഫൈൻഡ് ഔട്ട് ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ്. എന്താണ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് സ്റ്റുഡൻസിനുള്ളത്? കൊടുക്കാം, ഈ കാണിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ടു ഗെറ്റ് വേരിയസ് ഗ്രാൻഡ്, ഗവൺമെൻറ് കുറേ ഗ്രാൻഡ്സുകളൊക്കെ ഉണ്ട് അല്ലേ, കുറച്ച് പൈസക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന ഇതൊക്കെ ഉണ്ടാവും. ഗവൺമെൻറ് ഗ്രാൻഡുകൾ കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കോളർഷിപ്പിൻ്റെ എമൗണ്ട് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സേവിങ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റിവെച്ച പൈസ നിങ്ങൾക്ക് നിക്ഷേപിക്കാം, നിങ്ങളുടെ സേവിങ്സ് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് പറയുന്നുണ്ട്. പല ടൈപ്പ് അക്കൗണ്ട് ഉണ്ട്. ഏതൊക്കെയാണ്? ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഉണ്ട്, ജോയിൻറ്റ് അക്കൗണ്ട് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട് ഉണ്ട്. ഇൻഡിവിജ്വൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് ഓപ്പൺ ഇൻ ദ നെയിം ഓഫ് എ ഇൻഡിവിജ്വൽ, ആ പേരിൽ തന്നെയുണ്ട്, ഇൻഡിവിജ്വൽ അക്കൗണ്ടിൽ തന്നെയുണ്ട്. ഇൻഡിവിജ്വലിൻ്റെ പേരിലാണ്, ഒരാളുടെ പേരിൽ, ഇപ്പം നിങ്ങളുടെ പേരിലോ എൻ്റെ പേരിലോ ആണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അത് ഇൻഡിവിജ്വൽ അക്കൗണ്ടാണ് കേട്ടോ. ഇനി ജോയിൻ്റ് അക്കൗണ്ട് ആണെന്ന് പറഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ അച്ഛൻ്റെയും കൂടി അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെയും കൂടി പേരിലാണ്, 2 പേരോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പേരുടെ ഇതിലാണ് അക്കൗണ്ട് തുടങ്ങുന്നതെങ്കിൽ, ഓപ്പൺ ബൈ 2 or more പേഴ്സൺ ആണെങ്കിൽ അത് ജോയിൻ്റ് അക്കൗണ്ട് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കൗണ്ട് ഈസ് എ അക്കൗണ്ട് ഓപ്പൺ ഇൻ ദ നെയിം ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് ശ്രീകൃഷ്ണ സ്കൂളിലാണെങ്കിൽ ശ്രീകൃഷ്ണ സ്കൂൾ എന്നുള്ളതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അല്ലേ. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിലൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ആരാണ് കാര്യങ്ങൾ നടത്തുക? ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ഉണ്ടാവും അല്ലേ, ചെയ്തിട്ടുണ്ടാവും. ഇനി ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ തുടങ്ങുന്ന അക്കൗണ്ടിന് 3ആയിട്ട് തിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഡെപ്പോസിറ്റ്സിനെ പറ്റിയിട്ടാണ്. പലതരം ഡെപ്പോസിറ്റ് ഉണ്ട്. സാധാരണയായി എല്ലാവരും ചെയ്യുന്നത് സേവിങ്സ് ഡെപ്പോസിറ്റ് ആണ്. സേവിങ്സ് അക്കൗണ്ട് തുടങ്ങിയിട്ട് സേവിങ് ഡെപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. പിന്നെ കറണ്ട് ഡെപ്പോസിറ്റ് ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ആ പേരിൽ തന്നെയുണ്ട്, എന്താണ്, ഒരു നിശ്ചിത കാലത്തേക്ക് ഫിക്സഡ് ആയിട്ട് ഇടുന്ന ഡെപ്പോസിറ്റിനെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുക. പിന്നെ വരുന്ന റെക്കറിങ് ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ സേവിങ്സ് ഡെപ്പോസിറ്റ് ആണ്. ആൾക്കാരുടെ സേവിങ്സ് ഹാബിറ്റിനെ അല്ലേ, സേവിങ്സ് ഹാബിറ്റിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് തുടങ്ങുന്നത്, സേവിങ്സ് ഡെപ്പോസിറ്റ് തുടങ്ങുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു 100 രൂപ കിട്ടി അല്ലെങ്കിൽ ഒരു 200 രൂപ കിട്ടി, ആ പൈസ ചിലവാക്കാതെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക അല്ലേ, അക്കൗണ്ടിലിട്ട് സൂക്ഷിച്ച് വെക്കുന്നതൊക്കെ നമുക്ക് സേവിങ്സ് ഡെപ്പോസിറ്റ്സിൽ പറയാം കേട്ടോ. പക്ഷേ ഈ ഡെപ്പോസിറ്റ്സിൻ്റെ ഒരു ഇതെന്താണ്, അത് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ മണി എപ്പോൾ വേണമെങ്കിൽ എത്ര പൈസ വേണമെങ്കിലും നമുക്ക് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. പക്ഷേ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന്, പിൻവലിക്കാവുന്ന എമൗണ്ടിൽ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് സേവിങ്സ് ഡെപ്പോസിറ്റ്. ഇപ്പോൾ നമ്മൾ 0 ബാലൻസ് അക്കൗണ്ട് 100 രൂപ ഇട്ടിട്ട് അക്കൗണ്ടൊക്കെ തുടങ്ങിയില്ലേ, അതൊക്കെ സേവിങ്സ് ഡെപ്പോസിറ്റിലാണ് വരിക. പിന്നെന്താണ് നെക്സ്റ്റ് വരുന്ന കറണ്ട് ഡെപ്പോസിറ്റ് ആണ്. കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ബിസിനസ്മാൻമാരും ഇൻഡസ്ട്രിയലിസ്റ്റും ഒക്കെ തുടങ്ങുന്ന ഇതാണ് കറണ്ട് ഡെപ്പോസിറ്റ്. ഒരു ദിവസം എത്ര ട്രാൻസാക്ഷൻസ്, എത്ര പണമിടപാടുകൾ വരെ നമുക്ക് കറണ്ട് ഡെപ്പോസിറ്റിൽ ചെയ്യാം. എത്ര പൈസ വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, എത്ര പൈസ വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം കേട്ടോ. പക്ഷേ ഈ ഡെപ്പോസിറ്റിന് എന്താണ്, ബാങ്ക് ഇൻട്രസ്റ്റ് ഒന്നും പേ ചെയ്യില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഒന്നും പേ ചെയ്യാത്ത ഡെപ്പോസിറ്റാണ് കറണ്ട് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഡെപ്പോസിറ്റ് ഇപ്പോൾ 1,00,000 രൂപ ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ 1,00,000 രൂപ ജനുവരി 1-ാം തീയതി നമ്മൾ ഇടുകയാണെങ്കിൽ നമ്മൾ ജനുവരി തൊട്ട് ഡിസംബർ വരെ 12 മാസം അല്ലേ, അങ്ങനെ കറക്റ്റായിട്ട് ഒരു ടൈം പീരീഡിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അതിന് സേവിങ്സ് ഡെപ്പോസിറ്റിനേക്കാളും നമുക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടും. ഇനി റെക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ വേറൊരു രൂപമാണ് റെക്കറിങ് ഡെപ്പോസിറ്റ്. ഒരു നിശ്ചിത കാലയളവിൽ ഡെയിലി ദിവസം അടയ്ക്കാം, അല്ലെങ്കിൽ വീക്ക്ലി അടയ്ക്കാം, അല്ലെങ്കിൽ മന്ത്ലി അടയ്ക്കാം. ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിന്, ഇപ്പോൾ 1 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 2 കൊല്ലത്തേക്ക് ഓരോ മാസം നമ്മൾ 10,000 രൂപ വെച്ച് അടയ്ക്കുക എന്ന് പറയുകയാണെങ്കിൽ, ആ അക്കൗണ്ടിൽ ഇടാമെന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് റിക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുക. ആ എമൗണ്ട് എന്താണ്, മെച്യൂരിറ്റി പീരീഡ് 1 കൊല്ലത്തേക്കാണ് ഇട്ടെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞ് മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് സേവിങ്സ് ഡെപ്പോസിറ്റിനേക്കാളും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. ഇപ്പോൾ റിക്കറിങ് ഡെപ്പോസിറ്റും ഫിക്സഡ് ഡെപ്പോസിറ്റും തമ്മിൽ എന്താ വ്യത്യാസം?
ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ജാനുവരി 1 നിങ്ങൾ 1 ലക്ഷം രൂപ ഇട്ടു, അത് നമ്മൾ പിൻവലിക്കുന്നത് അടുത്ത ഒരു 12 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യുമ്പോൾ ആ 1 ലക്ഷവും പിന്നെ എത്ര രൂപയാണോ ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നിങ്ങൾ ജാനുവരിയിൽ 10,000 രൂപ ഇടുന്നു, ഫെബ്രുവരിയിൽ 10,000 ഇടുന്നു, മാർച്ചിൽ 10,000 രൂപ ഇടുന്നു, അങ്ങനെ ഓരോ മാസം 10,000 രൂപ. എക്സാമ്പിളാണ്, ഓരോ മാസം 10,000 രൂപ ഇട്ടിട്ട് 12 മാസം കഴിയുമ്പോൾ നിങ്ങൾ വിഡ്രോ ചെയ്യുന്നതിനെയാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയാം കേട്ടോ. ഇനി എന്താണ് സേവിങ്സ് ഡെപ്പോസിറ്റ്? ടെന്യൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്ര കാലാവധി എന്നുണ്ടോ? ഇല്ല. ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടോ? ഉണ്ട്, കുറച്ചേ ഉള്ളൂ അല്ലേ. ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. വിഡ്രോവൽ എന്താണ്? റെസ്ട്രിക്ഷൻസ്, ചില എന്താ പറയുക റെസ്ട്രിക്ഷൻസൊക്കെ ബാങ്ക് പറയും. എപ്പോഴും നമുക്കങ്ങനെ എല്ലാ എമൗണ്ടും നമുക്ക് വിഡ്രോ ചെയ്യാനൊന്നും പറ്റില്ല. കറണ്ട് ഡെപ്പോസിറ്റ് ടെന്യൂർ ഉണ്ടോ? ഇന്ന കാലത്ത് നിൽക്കുന്നുണ്ടോ? ഇല്ല. എത്ര സമയം ഇത്ര നാളിടണമെന്നൊന്നും ഇല്ല. അപ്പോൾ ടെന്യൂർ സമയമില്ല. ഇൻട്രസ്റ്റ് റേറ്റോ? കറണ്ട് ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ല. വിഡ്രോവലിൻ്റെ മുകളിലൊന്നും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നോന്ന് കൊടുക്കാം. അടുത്ത ഡെപ്പോസിറ്റ് എന്താ വരുന്നത്? ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ടെന്യൂർ ഒരു നിശ്ചിത കാലയളവിലേക്ക് നമ്മൾ ഇടണം. ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട് അല്ലേ, നമുക്ക് ഇൻട്രസ്റ്റ് തരുന്നുണ്ട്. പിന്നെ വിഡ്രോവലോ ആ മെച്യൂരിറ്റി പീരീഡിന് ശേഷം മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്താണ്? ടെന്യൂർ ഉണ്ടോ? ഉണ്ട്, അപ്ലിക്കബിൾ ആണ്. ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. വിഡ്രോവൽ എങ്ങനെയാണ്? ആഫ്റ്റർ മെച്യൂരിറ്റി പീരീഡ് മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പലതരം ബാങ്ക് ഉണ്ട്. SBI ഒക്കെ നിങ്ങൾക്കറിയാം. കേരള ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ വരുന്നത് കേരള ബാങ്കിൻ്റെ അണ്ടറിലാണ്. കാനറ ബാങ്ക് ഉണ്ട്, യൂണിയൻ ബാങ്ക് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ബാങ്കുകളുടെ പേരാണ്. ഇനി കുറച്ച് ബാങ്കുകളുടെ പേരും കൂടി എഴുതാൻ പറയുന്നുണ്ട്. നമുക്ക് ഏതൊക്കെ എഴുതാം? പഞ്ചാബ് നാഷണൽ ബാങ്ക് എഴുതാം, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എഴുതാം, ഫെഡറൽ ബാങ്ക് എഴുതാം, ICICIയോ HDFCയോ ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇനി ബാങ്ക്സിന് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്കായിട്ട് തരംതിരിക്കാം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, ഡെവലപ്മെൻറ്റ് ബാങ്ക് ഉണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നത്, ഏറ്റവും കാലപ്പഴക്കമുള്ളത് കൊമേഴ്ഷ്യൽ ബാങ്കിനാണ്. അവർ സാധാരണ ബാങ്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യും, ലോൺസ് കൊടുക്കും, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഒക്കെ കൊടുക്കും. ഇനി കൊമേഴ്ഷ്യൽ ബാങ്കിന് തന്നെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? പബ്ലിക് സെക്ടർ ബാങ്കും ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ബാങ്കും ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI ആണ്. നെക്സ്റ്റ് വരുന്നത് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. കോപ്പറേറ്റീവ് ബാങ്ക് എന്തിനാണ് തുടങ്ങിയിട്ടുള്ളത്? ചെറിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമ്മുടെ കൃഷിക്കാർക്കും അങ്ങനെയുള്ള സ്മോൾ സ്കെയിലുള്ള ആൾക്കാർക്കൊക്കെ ലോണ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് തുടങ്ങിയിട്ടുള്ളത്. മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ആൾക്കാരുടെ ഇടയിൽ സേവിങ്സ് ഉണ്ടാക്കുക, അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് ബാങ്ക്. കേരള ബാങ്ക്, ഗവൺമെൻറ് ഓഫ് കേരളയുടെ കേരള ബാങ്ക് ഇങ്ങനെ ഒരു ബാങ്കാണ് കേട്ടോ. ഇനി റൂറൽ ഏരിയാസിൽ, റൂറൽ ഏരിയാസ് അതായത് ഉൾപ്രദേശങ്ങളിൽ ഉള്ള കോപ്പറേറ്റീവ് ബാങ്ക്, ഗ്രാമപ്രദേശങ്ങളിലുള്ളതിനെ റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയും. സിറ്റി ഏരിയാസിലുള്ളതിനെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നും പറയും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഡെവലപ്മെൻറ്റ് ബാങ്ക് ആണ്. ആ പേരിൽ തന്നെ ഉണ്ട്. ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെയാണ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. എക്സാമ്പിൾ നബാർഡും IFCI ഒക്കെ പറയാം. ഓക്കെ, ഇനി ചേഞ്ച് ഓഫ് ഫേസ് ഓഫ് ബാങ്കിങ് ആണ്. പലതരം ബാങ്കിങ് ഉണ്ട്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, പിന്നെന്താണ് UPI, GPay വെച്ചിട്ടും Paytm വെച്ചിട്ടും ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ടൈപ്സാണ് കൊടുത്തിട്ടുള്ളത്. ATM, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീനാണ്. നമ്മുടെ കയ്യിൽ കാർഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആ മെഷീനിൽ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് പൈസ വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ CDM, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ. നമ്മുടെ കയ്യിൽ പൈസ നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ ഇടണമെങ്കിൽ CDM ത്രൂ നമുക്ക് ബാങ്കിലിടാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആണ്. എല്ലാവർക്കും അറിയാം, GPay ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവും. അത് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ് നമുക്ക് സിംഗിൾ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ, അതായത് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്കിലാവും നമുക്ക് അക്കൗണ്ട്, ആ അക്കൗണ്ട് ആയിക്കോട്ടെ ഫെഡറൽ ബാങ്കിലായിക്കോട്ടെ, അതൊക്കെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ GPayയിലേക്ക് തന്നെ ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് ബാങ്കിൻ്റെ ഏത് അക്കൗണ്ടിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ UPIയിലൂടെ QR കോഡൊക്കെ സ്കാൻ ചെയ്ത് നമുക്ക് പൈസ അയക്കാം, അക്കൗണ്ട് നമ്പറിലേക്കൊക്കെ പൈസ അയക്കാം. ഇനി ഫൈൻഡ് ഔട്ട് ആൻഡ് നോട്ട് ഡൗൺ സിറ്റുവേഷൻ വേർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇങ്ങനെ ഡിജിറ്റൽ ഡിവൈസസിലൂടെ നമുക്ക് ഓൺലൈൻ പർച്ചേസുകൾ നടത്തുമ്പോൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ളതിൽ നിന്ന് പർച്ചേസ് നടത്തുമ്പോൾ, നമ്മൾ ഗ്രോസറീസ് സൂപ്പർ മാർക്കറ്റിൽ പേ ചെയ്യുമ്പോൾ, ക്ലോത്ത്സ് മേടിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഇങ്ങനത്തെ ഡിജിറ്റൽ ഡിവൈസസ് യൂസ് ചെയ്യാം. അതാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. കെയർഫുൾ ബാങ്ക്, ലോൺ ആപ്സ് അത് ഇതെന്ന് പറഞ്ഞിട്ട് കുറേ ചതിക്കുഴികളുണ്ട്. ഗെയിംസ് ത്രൂ ഒക്കെ കുറേ ആൾക്കാരുടെയൊക്കെ പൈസ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ഡു നോട്ട് ഷെയർ ATM പിൻ ആൻഡ് OTP. ATMൻ്റെ ഒരു പിൻ നമ്പർ അടിച്ചാലേ അതിൽ പൈസ വരുള്ളൂ അല്ലേ. ആ പിന്നോ OTPയോ ആർക്കും പറഞ്ഞു കൊടുക്കരുത്. ഡു നോട്ട് ഓപ്പൺ സസ്പീഷ്യസ് ഓൺലൈൻ ലിങ്ക്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ലിങ്ക് വരും നിങ്ങൾ ഗെയിമൊക്കെ പ്ലേ ചെയ്യുമ്പോൾ. പക്ഷേ ഒരിക്കലും അതിൽ ക്ലിക്ക് ചെയ്യരുത്, നിങ്ങളുടെ പൈസയൊക്കെ പോവും.
ഡു നോട്ട് റെസ്പോണ്ട് ടു ഫോൺ മെസ്സേജസ് ആസ്കിങ് ഫോർ അക്കൗണ്ട് ഡീറ്റെയിൽസ്. എവിടെന്നെങ്കിലും വിളിച്ചിട്ട് പറയും നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പറയൂ, നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ പറയും എന്നൊക്കെ പറയും. പക്ഷേ ഒരിക്കലും അതൊന്നും ഷെയർ ചെയ്യരുത്. ഡു നോട്ട് കീപ്പ് ATM പിൻ ഓൺ ഫോൺ. ചിലർക്കുണ്ട് ഈ ATM കാർഡിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ പിൻ നമ്പർ എന്താണെന്ന് മറന്നു പോകുന്ന കാരണം അതിൻ്റെ കൂടെ തന്നെ എഴുതി വെക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പിൻ നമ്പറും ATM ഒരുമിച്ച് വെക്കരുത്. യൂസ് സ്ട്രോങ് പാസ്വേഡ്, ചേഞ്ച് പാസ്വേഡ് ഫ്രീക്വൻ്റ്ലി. നല്ല എന്താ പറയുക, പെട്ടെന്ന് 1 2 3 4 എന്നുള്ള പാസ്വേഡ് ഒന്നും യൂസ് ചെയ്യാണ്ട് കുറച്ച് കട്ടിയുള്ള പാസ്വേഡ്സ് ഒക്കെ യൂസ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് പാസ്വേഡ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി പ്രിപ്പയർ എ പോസ്റ്റർ ടു മേക്ക് സൊസൈറ്റി അവെയർ ഓഫ് ഓൺലൈൻ ഫ്രോഡ്സ്. ഓൺലൈൻ ഫ്രോഡ്സിനെ പറ്റി സൊസൈറ്റിയെ ബോധവൽക്കരിക്കാൻ പോസ്റ്റർ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ഈ പോസ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗം വരുന്നത്. ഇതിലുള്ള ഇവിടെ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്. അതിൽ ലോഗോസ്, ബാങ്കിൻ്റെ ലോഗോസ് നോക്കാൻ പറയുന്നുണ്ട്. ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, നിങ്ങളോട് ഫില്ല് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ രീതിയിലാണ് ആ ടേബിൾ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ.